കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതായി പരാതി. റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. രാഹുൽ കെ വി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കാറിലും ബൈക്കിലും എത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. 4 മണിയോടുകൂടിയാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. അന്നൂസിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതിന്റെ ഈ കാറിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നത്. അന്നൂസിന്റെ മാതാവാണ് ചേരുന്നത്. ഈ കാറിലും ബൈക്കിലും എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? അവർ ഈ ആയുധങ്ങളൊക്കെ ആയിട്ടാണോ വന്നത്? ആയുധം എന്ന് വെച്ചാൽ ഓല് വന്ന് പോയാൽ നമ്മള് മുറ്റത്തൊരു കത്തി കണ്ടിക്കണം. എന്തൊക്കെയാ സമയത്ത് നടന്നത്? അന്നപ്പോൾ വന്നുങ്ങാനും പോലെ ബെല്ലടിച്ച് ഹസ്ബൻഡ് വാല് പറഞ്ഞു. ഞാൻ മുറ്റത്തായിരുന്നു. അന്നപ്പോൾ ഇങ്ങനെ എഗ്രിമെന്റ് എഴുതണമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് എഴുതി തരാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിന്നപ്പോൾക്ക് നമ്മൾ എഗ്രിമെന്റ് എഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിക്കണ്. ഒരാളെ അറിയുന്ന പോലെയാണ്. ഒരാളെ 2 പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ വന്ന പോലെ. എന്നിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. എന്നിപ്പോൾ പിന്നെ കാറും ഇങ്ങോട്ട് വന്നുങ്ങാനും എന്നപ്പോൾക്ക് ഈ ഹസ്ബൻഡിനെ പിടിച്ച് കൊണ്ടുപോയപ്പോൾക്ക് മോന് വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓന് വന്ന് പുറത്തിറങ്ങി ബോംബ് പിടിച്ചപ്പോൾക്ക് ഓനെ പിടിച്ച് കൊണ്ടുപോയി വില ഒഴിവാക്കുകയും ചെയ്തു. എന്തായിരുന്നു ആവശ്യം? ജ്യേഷ്ഠനായിട്ടൊരു സാമ്പത്തിക ഇടപാടാണ് ഗൾഫിൽ നിന്നുള്ള, ദുബായിൽ നിന്നുള്ള. അത് നമ്മൾ കൊടുക്കൂല എന്നും പറഞ്ഞില്ല. നമുക്ക് സാവകാശമാണ്. ഇപ്പം നമുക്ക് എടുത്ത് കൊടുക്കാൻ നമ്മളെത്തില്ല എന്നുള്ളത് പറഞ്ഞിരിക്കണം. ഒരാളെ അറിയാന്ന് പറയുമ്പോൾ നേരത്തെ വീട്ടിൽ വന്നിട്ടുള്ള ആള് തന്നെയാണോ? 2 പ്രാവശ്യം വന്നിക്കുന്നു. ഈ പ്രശ്നം വന്നാൽ 2 പ്രാവശ്യം വന്നിക്കും. പിന്നെ വേറെ 2 കൂട്ടർക്കും പൈസ കൊടുക്കാണ്ട്. ഒന്ന് കച്ചേരിമുക്കുള്ളവർക്ക്, ഒന്ന് പിന്നെ പാലക്കുറ്റിയുള്ളവർക്കും. അപ്പൊ ഈ സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇവര് മുൻപ് വന്ന സമയത്തും ആവശ്യപ്പെട്ട എന്താണ്? ഈ പൈസന്റെ പ്രശ്നം അത് തന്നെ പറഞ്ഞത്. പിന്നെ അന്നൊക്കെ എന്തൊക്കെ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്യാനും. അങ്ങനെ ആക്കും, പിടിച്ചുണ്ടോ, അങ്ങനെ ആക്കും എന്നൊക്കെ പറയലുണ്ടായിരുന്നു. ഈ അന്നൂസിന്റെ സഹോദരനാണ് അജ്മലാണ് വിദേശത്ത് ഗൾഫിലുള്ളത് അല്ലേ? അവിടുത്തെ ഇടപാടാണ് ഇതിന് പിന്നിൽ. അതാണ്. നിങ്ങളെ ഉപദ്രവിച്ചോ ഈ സംഘം? ഇല്ല, ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ കാറിന്റെ മുമ്പിലേക്ക് നിന്നപ്പോൾ കാർ എടുക്കുകയാണ്. പിന്നെ ഞാൻ മാറി നിന്നാൻ ഞാൻ മേൽക്കൂടെ തന്നെ എടുക്കല്ലോ വെച്ചിട്ട്. പഞ്ചായത്ത് അംഗം കൂടി നമ്മോടൊപ്പം ചേരും. നാട്ടിൽ ഈ പറഞ്ഞ പോലെ 4 മണിക്ക് വന്ന് തട്ടിക്കൊണ്ടു പോകാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ പോലീസുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ? തീർച്ചയായിട്ടും ഇവരെ മകനുമായി ബന്ധപ്പെട്ട്, മൂത്ത മകനുമായി ബന്ധപ്പെട്ട് എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എന്തുണ്ടെങ്കിലും ഇതൊരു വല്ലാത്തൊരവസ്ഥയല്ലേ? പട്ടാപ്പകൽ നമ്മുടെ ഒരു വീടുകളിലേക്ക് കടന്നു വരിക, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക, കത്തിയും മറ്റ് ഭീകരമായി സൃഷ്ടിക്കുക, അങ്ങനെ ആളുകളെ പിടിച്ചു തട്ടിക്കൊണ്ടു പോവുക. അതൊരു വളരെ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ. അത് തന്നെയല്ല, ഈ കുഞ്ഞുമോൻ ഇവിടെ ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഈ അന്നൂസ് എന്ന് പറയുന്നവൻ, അവനെ ഇതിനു മുന്നേ കടയിൽ വന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ കടയിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ആ ചെറിയവൻ ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലിരിക്കുന്ന ആളുകളെ വന്ന് ബലമായി തട്ടിക്കൊണ്ടു പോകുക എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. അത് തന്നെയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ കുട്ടിയുടെ ജീവൻ വെച്ചാണ് ഇപ്പോൾ അവർ കളിക്കുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണിത്. അപ്പോൾ അതൊരു ഗൗരവമായ വിഷയമാണ്. DYSP അടക്കം കൊടുവള്ളി CISIമാരൊക്കെ വളരെ സജീവമായിട്ട് ഇതിൻ്റെ പ്രവർത്തന രംഗത്തുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾക്ക് ആ കുഞ്ഞുമോനെ വളരെ പെട്ടെന്ന് ലഭ്യമാകുക എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ സാമ്പത്തിക ഇടപാട് എന്ന് പറയുമ്പോൾ എത്ര രൂപയുടെയാണ്? അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാമോ? പിന്നെ ഈ ഇന്ന് കൊണ്ടുപോയവർക്ക് 35, പിന്നെ കച്ചേരിമുക്ക് ഉള്ളവർക്ക് 47 അങ്ങനെ തോന്നുന്നു. ഇത്രയൊക്കെ കറക്റ്റ് ഓർമ്മയുള്ളൂ. അങ്ങനെ പറയുന്നത് കേട്ട്. അപ്പോൾ ഓര് പറയുന്നത് കേട്ടു, ബലി പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. അതല്ലാതെ ഇവരുടെ മകൻ, മൂത്ത മകന് ഇത്ര ക്യാഷ് ഞാൻ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞതാ ഞങ്ങൾക്ക് ഇത്ര തരാനുണ്ട്, പിന്നെ മറ്റേ ആൾക്ക് ഇത്ര തരാനുണ്ട് എന്ന് അവര് പറഞ്ഞതാ. അവർ പറഞ്ഞ അറിവ് വെച്ചാണ് ഇപ്പോൾ ഈ ഉമ്മ പറഞ്ഞത്. വിദേശത്ത് ഉള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുകയാണ്. ഈ വാഹനം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടന്നു വരുന്നു. ഇവർ പറഞ്ഞ പ്രകാരം 7 പേരാണ്. കാറിൽ വന്ന 5 പേരും ബൈക്കിലെത്തിയ 2 പേരും ചേർന്ന്. അതിലൊരാൾ നേരത്തെയും വീട്ടിലെത്തിയിട്ടുള്ളതാണ്. ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സംസാരിച്ച ഒരു വ്യക്തി ഒക്കെ തന്നെയാണ്. പോലീസിന്റെ അന്വേഷണം തുടർന്നു വരികയാണ്.